ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയാണ്. ഫെബ്രുവരി 19-നാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത്. ഇന്ത്യയുടെ മത്സരം ഫെബ്രുവരി 20-നാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച്. ഉച്ചയ്ക്ക് 2:30-നാണ് കളി തുടങ്ങുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യൻ ടീം പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് കളിക്കാനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11-ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ്. മികച്ച ഒരു ഓപ്പണിംഗ് ജോഡി ഇന്ത്യക്കുണ്ട്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ പോകുന്നത്. വൈസ് ക്യാപ്റ്റൻ ഗില്ലാണ്. അതുപോലെ 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി ഉണ്ടായിരിക്കുന്നതാണ്. 4-ാം നമ്പറിൽ ശ്രേയസ് ആയിരിക്കും. 5-ാം നമ്പറിൽ രാഹുലല്ല, പകരം ഋഷഭ് പന്ത് ആയിരിക്കും. നിലവിൽ ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ കാര്യത്തിൽ യാതൊന്നും പേടിക്കാനില്ല. എല്ലാവരും മികച്ച ഫോമിലാണ്. ആദ്യ മത്സരം 2:30-നാണ് ആരംഭിക്കുന്നത്. നിലവിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളിയായിരിക്കില്ല. ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിക്കും. ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ബൗളിംഗിൽ മികച്ച താരങ്ങൾ ഇന്ത്യക്കുണ്ട്. ഷമി, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. അതുപോലെ സ്പിന്നറായിട്ട് അക്സർ പട്ടേലും ജഡേജയും കുൽദീപ് യാദവും. ഈ ഒരു പ്ലേയിങ് 11-നെ ഏത് ടീമുകളും പേടിക്കേണ്ടിയിരിക്കുന്നു. രോഹിത്തിന് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ പറ്റിയ സുവർണ അവസരമാണിത്. ഇംഗ്ലണ്ടുമായിട്ട് പരമ്പര തൂത്തുവാരിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിയായത് ബുംറ പുറത്തായതാണ്. ബൗളിംഗിൽ ബുംറ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ അടക്കമുള്ള ടീമുകൾ പേടിച്ചേനെ. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് കളിക്കാനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത്, ഗില്ല്, കോഹ്ലി, ശ്രേയസ്, ഋഷഭ് പന്ത്, അക്സർ, ജഡേജ, കുൽദീപ് യാദവ്, ഷമി, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഏറ്റവും മികച്ച ഒരു 11-മായിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഇനിയും ഒരുപാട് മികച്ച ടീമുകൾ ചാമ്പ്യൻസ് ട്രോഫിയിലുണ്ട്. ഇംഗ്ലണ്ട് ടീമിന് ഇന്ത്യക്ക് പേടിയില്ല. എന്നാൽ പാകിസ്ഥാൻ, ഓസ്ട്രേലിയ ഇവരെല്ലാം മികച്ചവരാണ്. ഇവർക്കെതിരെ ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.